മറ്റൊരു വാർത്തയിലേക്ക്. ഷെയ്ൻ നിഗം നായകനായ ഹാൽ എന്ന സിനിമയിൽ സെൻസർ ബോർഡ് നിർദ്ദേശിച്ച കട്ടുകൾ ചർച്ചയാകുന്നു. ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം കട്ട് ചെയ്യണം, കൈ രാഖി അണിഞ്ഞിരിക്കുന്ന രംഗങ്ങൾ ബ്ലർ ചെയ്യണം, ധ്വജപ്രണാമം എന്ന സംഭാഷണം മ്യൂട്ട് ചെയ്യണം എന്നിങ്ങനെയുള്ള വിചിത്ര നിർദ്ദേശങ്ങളാണ് സെൻസർ ബോർഡ് നൽകിയിട്ടുള്ളത്. വിവരങ്ങളുമായി ഹരികൃഷ്ണൻ ചേരുന്നുണ്ട്. ഹരി, കഴിഞ്ഞ ദിവസം തന്നെ ഇത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. ഇതിൽ ഇനി അറിയേണ്ടത് ഈ അണിയറ പ്രവർത്തകരുടെ തുടർ നീക്കങ്ങൾ എന്ത് എന്നുള്ളതാണല്ലോ. ഇപ്പോൾ ഇത് ഈ സ്റ്റേറ്റ് ബോർഡാണോ ഇതിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്? അവർക്ക് കൂടുതൽ സെൻട്രൽ ബോർഡിനെ അടക്കം ബന്ധപ്പെടുവാനുള്ള സാധ്യതകൾ ഇല്ലേ? എന്താണ് അണിയറ പ്രവർത്തകരുടെ പ്രതികരണമെന്ന് അറിയാം? അഭിലാഷ്, ഇത് ആദ്യം കേരള സെൻസർ ബോർഡിൽ നിന്ന് അനുകൂലമായൊരു നിലപാട് വന്ന ഒരു സിനിമയാണ്. അതായത് സെൻസറിങ് ഉൾപ്പെടെ കഴിഞ്ഞ് UA സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് കേരളത്തിലെ സെൻസർ ബോർഡ് തീരുമാനിച്ചുറപ്പിച്ചിരുന്ന, വാക്കാൽ പറഞ്ഞിരുന്ന ഒരു സിനിമയാണ്. എന്നാൽ ഇത് സെൻട്രലിലേക്ക് സ്വാഭാവികമായ നടപടിക്ക് ഈ സിനിമ അയക്കുകയും അവിടെ നിന്നുകൊണ്ട് ഒരു തീരുമാനം വരാതിരിക്കുന്ന പശ്ചാത്തലത്തിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ എന്തുകൊണ്ടാണ് ഇത് റിവൈസ് കമ്മിറ്റി, പ്രത്യേകിച്ച് സെൻട്രൽ ബോർഡിൽ നിന്ന് ഒരു തീരുമാനം വരാത്തതെന്ന് അന്വേഷിച്ചുകൊണ്ടാണ് ഹർജിയുമായിട്ട് മുന്നോട്ട് പോയത്. അവിടെ നിന്നുകൊണ്ടാണ് 15 കട്ടുകളോളം ഈ സിനിമയ്ക്ക് വേണമെന്ന് പറയുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിനകത്തൊരു ബാലൻസിങ് സമ്പ്രദായം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ധ്വജപ്രണാമവും സംഘം കാവലുണ്ട് തുടങ്ങിയ സംഭാഷണങ്ങൾ ഒഴിവാക്കണമെന്ന് പറയുന്നത് പോലെ താമരശ്ശേരി ബിഷപ്പ് ഹൗസ് എന്ന് പറയുന്ന ഒരു ബോർഡുണ്ട്. ആ ബോർഡ് സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ബോർഡ് മാറ്റണം. അത് ബോർഡ് മാറ്റിയില്ലെങ്കിൽ താമരശ്ശേരി ബിഷപ്പിൽ നിന്നും അനുവാദം വാങ്ങണം എന്നുള്ളതാണ് സെൻസർ ബോർഡ് അംഗങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ഈ ബസ്സിലൊരു പേര് അത് നീക്കം ചെയ്യണം എന്നതും സെൻസർ ബോർഡിൻ്റെ ആവശ്യം പറയുന്നുണ്ട്. അതൊരു ക്രിസ്ത്യാനി പേരാണ്. അത് ബ്ലർ ചെയ്യണം, അല്ലെങ്കിൽ ആ രംഗം തന്നെ കട്ട് ചെയ്യണം എന്നൊരു ആവശ്യവും കൂടി സെൻസർ ബോർഡ് ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ റിപ്പോർട്ടുകൾ കഴിയും തോറും ഇത് കൂടുതൽ സെൻസർ ബോർഡിൻ്റെ ആവശ്യങ്ങൾ കൂടുന്നു എന്നുള്ളതല്ലാതെ ഇതിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. എന്തായാലും ജസ്റ്റിസ് നഗരേഷ് 14-ാം തീയതി ഈ കേസ് വീണ്ടും ഹിയർ ചെയ്യും, വാദം കേൾക്കും. ആ സമയത്ത് എങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട നിലപാട്? കാരണം ഇന്ന് റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു ഷെയ്ൻ നിഗം നായകനായ ഹാൽ എന്ന സിനിമ. ഈ സിനിമയുടെ അണിയർ പ്രവർത്തകർ പലപ്പോഴായി ഈ റിലീസ് ഡേറ്റ് മാറ്റിവെച്ചിരുന്നതാണ്. ഏപ്രിൽ മുതൽ തുടങ്ങിയ പോരാട്ടമാണ്. ഈ സിനിമയുടെ മറ്റ് ചില സാങ്കേതിക വശങ്ങൾ കാരണം റിലീസ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ സെപ്റ്റംബറിൽ, കഴിഞ്ഞ മാസം 12-ാം തീയതി ഈ സിനിമ റിലീസിന് എത്തേണ്ടിയിരുന്നതാണ്. അന്ന് തൊട്ട് തുടങ്ങിയ ഈ സെൻസർ ബോർഡുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് ഒക്ടോബർ 10 പോലും അവസാനിക്കാതെ നിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ അവർ പറയുന്നത് ഇത് സിനിമയ്ക്ക് മേലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം. നമ്മളിപ്പോൾ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയ്ക്ക് മേലും ഇതുപോലുള്ള സംഭവങ്ങൾ കണ്ടിരുന്നതാണ്. അന്ന് സിനിമാ പ്രവർത്തകർ ഒന്നാകെ തന്നെ സെൻസർ ബോർഡിൻ്റെ ഈ ഒരു നിലപാടിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഷെയ്ൻ്റെ ചിത്രത്തിന് ഇങ്ങനെ ഒരു 15ഓളം കട്ടുകളാണ് നിലവിൽ സെൻസർ ബോർഡ് ആവശ്യപ്പെടുന്നത്. ഇതിൽ കമ്മ്യൂണൽ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ A സർട്ടിഫിക്കറ്റ് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സെൻസർ ബോർഡ് പറയുന്നത്. ഈ കമ്മ്യൂണൽ ഇഷ്യൂസ് ഇതാണ്. ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം അത് കമ്മ്യൂണൽ ഇഷ്യൂ ആയിട്ടാണ് സെൻസർ ബോർഡ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ ധ്വജപ്രണാമം, സംഘം കാവലുണ്ട് തുടങ്ങിയ സംഭാഷണങ്ങൾ, രാഖി കയ്യിൽ കെട്ടിയിരിക്കുന്നത് ബ്ലർ ചെയ്യണം എന്നുള്ള ആവശ്യം. അതോടൊപ്പം തന്നെ ഈ നായിക പർദ്ദ ധരിച്ചെത്തുന്ന ഒരു രംഗമുണ്ട്, അത് കട്ട് ചെയ്യണം, ആ രംഗമേ കട്ട് ചെയ്യണമെന്ന ആവശ്യം. കാരണം അതിനകത്തൊരു കമ്മ്യൂണൽ ഇഷ്യൂ സ്പ്രെഡ് ചെയ്യാനൊരു സാധ്യതയുണ്ടെന്നുള്ളതാണ് സെൻസർ ബോർഡ് പറയുന്നത്. അതോടൊപ്പം തന്നെ താമരശ്ശേരി ബിഷപ്പ് ഹൗസ്, ഇങ്ങനൊരു ബോർഡ്, അങ്ങനെ ഒരു വീടും അങ്ങനെ ഒരു ബോർഡും ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അത് കട്ട് ചെയ്യണം, ആ രംഗം കട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് അനുവാദത്തോടുകൂടി താമരശ്ശേരി ബിഷപ്പിൽ നിന്നും അനുവാദം ചോദിച്ചുകൊണ്ട് മാത്രം ആ രംഗം യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള വിചിത്രമായ നയങ്ങൾ സെൻസർ ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും 14-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹിയറിങ്ങുകൾ നടക്കുന്നുണ്ട്. എന്തായാലും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് സംവിധായകൻ വീര ഉൾപ്പെടെ പറയുന്നൊരു കാര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റത്തെക്കാൾ ഉപരി ഈ സിനിമ സംസാരിക്കുന്നത് ഒരു വലിയ രാഷ്ട്രീയ, ഒരു സറ്റയറിക്കൽ വിഷയവും കൂടിയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഒരു സറ്റയർ രൂപേണയാണ് ഈ സിനിമ കഥ പറഞ്ഞു പോകുന്നത്. അങ്ങനെ ഒരു സറ്റയർ പോലും സ്വീകരിക്കാൻ കഴിയാത്ത ഒരു സെൻസർ ബോർഡ് എങ്ങനെയാണ് ഈ ഇന്നത്തെ നാട്ടിൽ, പ്രത്യേകിച്ച് 2025-ൽ സറ്റയർ സ്വീകരിക്കാൻ കഴിയുന്നില്ല ഇന്നത്തെ സമൂഹത്തിന്? ഇതൊരു ചോദ്യം സംവിധായകൻ ചോദിക്കുന്നുണ്ട്. വളരെ ന്യായമായ ഒരു ചോദ്യം കൂടിയാണ്. തീർച്ചയായും അതാണ് ഈ ഹരി, സ്വാഭാവികമായി നമുക്കറിയാമല്ലോ, ഈ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലടക്കം രാഷ്ട്രീയ പാർട്ടികൾ തെരുവ് നാടകങ്ങളും ഒക്കെയായി ഇറങ്ങാറുണ്ട്. അതൊക്കെ അങ്ങേയറ്റത്തെ ആക്ഷേപം ആണ് പലപ്പോഴും രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ നടത്താറുള്ളത്. പക്ഷേ അതൊക്കെ നടത്തി അവർ മുന്നോട്ട് പോവുകയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതായത് രാഷ്ട്രീയ ആക്ഷേപഹാസ്യങ്ങൾ എന്നത് പുതുമയുള്ള ഒന്നല്ല. പക്ഷേ ഇതിപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി ഇതെല്ലാം വിചിത്രമായി മാറുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. അത് നമ്മൾ എമ്പുരാൻ സിനിമയിൽ കണ്ടതാണ്. ചില രംഗങ്ങൾ മാറ്റണം എന്നുള്ളത് അതൊരു പക്ഷേ കാണിക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ ശരി. പക്ഷേ ഏത് രാഷ്ട്രീയവും ഏതൊരു മതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഫലനങ്ങളും നമ്മുടെ കലാസൃഷ്ടികളിൽ പാടില്ല എന്ന മട്ടിലേക്ക് ഇപ്പോൾ മാറുകയാണല്ലോ. അത് സ്വാഭാവികമായും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. അതിനനുകൂലമാകുന്ന ഒരു വിധി ഉണ്ടാകും എന്നാണോ ഈ
അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ? അണിയറ പ്രവർത്തകരുടെ പൂർണ്ണമായ വിശ്വാസം അത് തന്നെയാണ്. 100% നീതി അവരോടൊപ്പം നിൽക്കും എന്നുള്ളതാണ് അവരുടെ വിശ്വാസം എന്ന് പറയുന്നത്. കാരണം മാത്രമല്ല, ജസ്റ്റിസ് നഗരേഷ് ഈ സിനിമ കാണുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് നമ്മുടെ മുന്നിലുള്ള ഉദാഹരണം അതാണല്ലോ. ജസ്റ്റിസ് സിനിമ കാണുകയും ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ടൈറ്റിലിൽ മാറ്റം വരികയും ചെയ്തതിന് ശേഷമാണ് സെൻസർ നൽകുകയും ഇത് റിലീസ് ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ചെയ്തത്. പക്ഷേ സെൻസർ ബോർഡ് മുന്നോട്ട് വെക്കുന്നത് ഇതിനകത്ത് കമ്മ്യൂണൽ ഇഷ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനൊരു A സർട്ടിഫിക്കറ്റ് നൽകണമെന്നൊരു ആവശ്യം പറഞ്ഞത്. ഒന്നുകിൽ ഇത് A സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് സിനിമ പ്രദർശിപ്പിക്കാം എന്നുള്ളതാണ്. അതിന് എന്തായാലും നിർമ്മാതാക്കളും സംവിധായകനും തയ്യാറാകുന്നില്ല. കാരണം ഇതിനകത്ത് A സർട്ടിഫിക്കറ്റ് നൽകേണ്ട ഒരു വിധത്തിലുമുള്ള കണ്ടന്റുകൾ ഇല്ല എന്നുള്ള സംവിധായകന്റെ പൂർണ്ണ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോർട്ടിലേക്ക് അവർ മൂവ് ചെയ്തത്. അതിനനുസരിച്ച് കൃത്യമായ നീതി അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സംവിധായകൻ വീര ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. കാരണം ഇതിനകത്ത് വയലൻസ് ആയിട്ടുള്ള കണ്ടന്റോ സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റോ ഒന്നും തന്നെ ഈ സിനിമയിൽ സംസാരിക്കുന്നില്ല. പൊളിറ്റിക്കൽ സട്ടയർ, അതാണ് ഈ സിനിമ. കൂട്ടത്തിൽ ഒരു ലവ് സ്റ്റോറിയും കൂടിയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഈ രണ്ട് ജോണറുകൾക്കും എങ്ങനെയാണ് A സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയുക എന്നുള്ള ചോദ്യം തന്നെയാണ് ഈ അണിയർ പ്രവർത്തകർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോർട്ടിലോട്ട് അവർ മൂവ് ചെയ്യുമ്പോൾ പോലും ഇതുമായി ബന്ധപ്പെട്ട് 3 ഹിയറിങ്ങുകളോളം കഴിഞ്ഞിരിക്കുന്നു. 14-ാം തീയതി വീണ്ടും വാദം കേൾക്കും. അതിനുശേഷം ഈ സിനിമയുടെ റിലീസ് ഇപ്പോൾ അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. അഭിലാഷ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഒരു സിനിമയുടെ നിർമ്മാതാവ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സെൻസർ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒട്ടനവധി നാളുകൾ സിനിമയുടെ വിതരണം അതൊക്കെ നടത്തി, അതായത് സിനിമ പ്രദർശനത്തിന് എത്തേണ്ട ഒരു സമയത്താണ് ഇത്തരത്തിൽ സെൻസർ ബോർഡിന്റെ വിചിത്രമായ വാദങ്ങൾ. അതിന്റെ പ്രമേയം എന്തായെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇത്തരം പ്രതിഫലനങ്ങളൊന്നും, അതിൽ തന്നെ ഒരു ബസ്സിന് ക്രിസ്ത്യൻ നെയിമാണ് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഒരു കഥാപാത്രത്തിനിരുന്ന പേരുകൾ പോലും അങ്ങനെ വേണം ശ്രദ്ധിക്കാൻ എങ്കിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് ഈ സിനിമ ഇൻഡസ്ട്രി എത്തുന്ന സാഹചര്യം കൂടിയാണ് കാണുന്നത്.